السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة السادسة من جلسات تدبر القرآن في سورة الأنعام. اليوم سنتحدث من آية 45 إلى آية 52 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقطع دابر القوم الذين ظلموا والحمد لله رب العالمين. قل أرأيتم إن أخذ الله سمعكم وأبصاركم وختم على قلوبكم من إله غير الله يأتيكم به انظر كيف نصرف الآيات ثم هم يصدفون. قل أرأيتكم إن أتاكم عذاب الله بغتة أو جهرة هل يهلك إلا القوم الظالمون وما نرسل المرسلين إلا مبشرين ومنذرين فمن آمن وأصلح فلا خوف عليهم ولا هم يحزنون والذين كذبوا بآياتنا يمسهم العذاب بما كانوا يفسقون. قل لا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول لكم إني ملك إن أتبع إلا ما يوحى إلي. قل هل يستوي الأعمى والبصير أفلا تتفكرون. وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع لعلهم يتقون. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين. ഇതിൽ ചില ചോദ്യങ്ങളൊക്കെ അയച്ചു തന്നായിരുന്നു, നിങ്ങൾ ഉത്തരം പറഞ്ഞായിരുന്നു. فلا تتفكرون കുറിച്ച് എന്തോ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അഫല വന്നിട്ടുള്ള ഭാഗങ്ങൾ നോക്കാൻ ഖുർആനിൽ ഉദാഹരണങ്ങൾ അതെ, എന്തായിരുന്നു കിട്ടിയോല്ലോ? അത് നോക്കി ഇട്ടിട്ടുണ്ട്. അഫല വന്നത് കുറച്ച് അയച്ചിട്ടുണ്ട്. കുറച്ച് അയച്ചിട്ടുണ്ട്. ഓക്കെ. സൂറ അൻആം അസൈൻമെന്റ് ഈ കറുപ്പിലൊക്കെ അയച്ചു തരാം. നമ്മൾ ഒരുപാട് ട്രെയിനിങ് വരുന്നുണ്ട് ഈ ഇത് അയക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് കറുപ്പിൽ അയക്കരുത്, ഡാർക്ക് പേജ് അയക്കരുത്. അതിന്റെ ഉദാഹരണം ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാം അവരോട്? നിങ്ങളെ പടം മാത്രം, ഫേസ് മാത്രം കൊണ്ട് എങ്ങനെയെങ്കിലും കാണാം എങ്കിൽ, നമ്മളെ ഫേസ് പോലും കറുത്തതിനെ വെളുപ്പിക്കാനും നരച്ചതിനെ കറുപ്പിക്കാനും ഒക്കെയാണ് നമ്മൾ സ്റ്റുഡിയോയിൽ പറയല്. അതൊന്നുമല്ല സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളൊരു ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മൾ ഡാർക്കിൽ അയക്കുക?
അതൊന്ന്. രണ്ടാമത് നമ്മൾ സ്കാൻ ചെയ്യാൻ ഒരു ഡോക്യുമെന്റ് തന്നിട്ടുണ്ട്. സ്കാൻ ചെയ്യാൻ പറഞ്ഞ ഡോക്യുമെന്റ് തന്നാൽ അത് കറക്റ്റായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് വാക്കർത്ഥം ചോദിച്ചെല്ലാം കിട്ടിയോ? അതേപോലെ നോട്ട് എഴുതുമ്പോഴും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മാർജിൻ ഇട്ടാണ് എഴുതേണ്ടത്. റൈറ്റ് സൈഡിലും മാർജിൻ ഇടണം, ലെഫ്റ്റ് സൈഡിലും മാർജിൻ ഇടണം. സ്ക്രീൻ അത് കോപ്പി എടുക്കുമ്പോൾ മാർജിൻ അടക്കമാണ് എന്ത് ചെയ്യേണ്ടത്, തരേണ്ടത്. ഞാൻ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് വരും, ഇതിന്റെ സൈഡൊക്കെ അപ്പുറത്ത് കിടക്കുകയായിരിക്കും. കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഇത് അങ്ങേറ്റം അതിനപ്പുറം കിടക്കുകയാണ്. അപ്പൊ മാർജിൻ ഇട്ട് ചെയ്യണം. എന്നിട്ട് മാർജിൻ അടക്കമാണ് എന്ത് ചെയ്യേണ്ടത്, അയക്കേണ്ടത്. PDF-ലല്ല അയക്കേണ്ടത്. ഞങ്ങൾ PDF-ലല്ല അയക്കേണ്ടത്, എല്ലാം JPG അയക്കണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. നമ്മൾ ചോദിച്ച വാക്കുകളുടെ എല്ലാത്തിൻ്റെ അർത്ഥം കിട്ടിയായിരുന്നു. ചോദിച്ച വാക്കുകളുടെ എല്ലാത്തിൻ്റെ അർത്ഥം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ചോദിക്കണം. വീണ്ടും നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റാണ് നമ്മൾ അയച്ചു തരുന്നത്. അതിനപ്പുറം നിങ്ങൾ ചോദിച്ചാൽ കിട്ടിയില്ല, നിങ്ങൾ ചോദിച്ചത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കണം. ഈ പറഞ്ഞ വാക്കർത്ഥത്തിലുള്ള ലിസ്റ്റിൽ അതില്ല, ഞാൻ ചോദിച്ചതില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കണം. ഓക്കെ, കാര്യങ്ങൾ ശ്രദ്ധിക്കണം. فقطع دابر القوم الذين ظلموا. قطع ഏത് തരം ഫിഅലാണ്? മഅറൂഫാണോ മജ്ഹൂലാണോ? മജ്ഹൂൽ. അപ്പൊ അതിന്റെ മഅറൂഫ് എന്താ? ദാബിർ ഏത് ഫിഅലുമായി, ഏത് പദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? നമ്മൾ നേരത്തെ പഠിച്ച ഇതിലെ മൂന്ന് അക്ഷരം എടുത്താൽ ഇസ്മുൽ ഫായിൽ. ഇതിലെ മൂന്ന് അക്ഷരം എടുത്താൽ ആ മൂന്ന് അക്ഷരം അടങ്ങിയിട്ട് വേറെ പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ദാബിർ, അവസാനത്തെ ആള് എന്ന് കാണിക്കുന്നു. ദാബിർ പിന്നിൽ വരുന്ന ആള്. ദാബിർ ഖൗമിൽ ലദീന ളലമു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ അറഅയ്തും, അപ്പൊ അറഅയ്തും എന്ന് പറയുമ്പോഴത്തേക്ക് ആരോട് പറയുന്നതായിരിക്കും? ഒരാളോട് പറയുന്നോ, രണ്ടാളോട് പറയുന്നോ, മൂന്നാളോട് പറയുന്നോ? കുറെ പേരോട്, രണ്ടിലധികം പേരോട് പറയുന്നു. അറഅയ്തും മുഖാത്തിബാണോ? മുഖാത്തിബിനോടല്ലേ? മുന്നിൽ നിൽക്കുന്ന മുഖാത്തിബല്ല, മുഖാത്തബ് എന്നാ പറയുന്നത്. മുഖാത്തിബ് എന്ന് പറയുമ്പോൾ അഭിസംബോധന നടത്തുന്നതാണ്. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അഭിസംബോധിതൻ. മുഖാത്തബൂൻ ബഹുവചനം. കൈഫ നുസരിഫു എന്ന് പറഞ്ഞില്ല, ഒന്നൂറ് കൈഫ നുസരിഫുൽ ആയാത്തി. അപ്പൊ അതെന്ന് എവിടെ നിന്നാണ്? സർഫ് ചെയ്യാന്ന് കേട്ടില്ലേ? കുറെ സർഫ് ചെയ്യാന്ന് പറയും. നമ്മൾ സർഫ് ചെയ്യാനാണ് പഠിക്കുന്നത് ആദ്യം തന്നെ. സർഫ് ചെയ്യാൻ പഠിക്കും. സർഫ് എന്ന് പറഞ്ഞാൽ വേർപിരിക്കുക. സർറഫ. അപ്പൊ സർറഫ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമാക്കുക. വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമാക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ ആക്കും. സദഫയാണ് ഒരു പുതിയ വാക്ക് ആദ്യമായിട്ട് വരുന്നത്. സദഫ. സദഫയുടെ അർത്ഥം എന്താ വന്നിരിക്കുന്നത്? തട്ടിത്തിരിയ. അതെ, അറബിയിലൊക്കെ തന്നിട്ടുണ്ട് അതിന്റെ മീനിങ്. സറഫയും ഒരേ മീനിങ് ആണല്ലേ? എന്താണ്? സദഫയും ഇൻസറഫയും ഒരേ മീനിങ് ആണ്. അതേപോലെ ഇൻസറഫ പോലെ തന്നെ. ഇൻസറഫ എന്നോ ആറത എന്നോ പറയാം. എന്ന് പറഞ്ഞാൽ പിരിഞ്ഞുപോയി. സദഫ ആറത എന്ന് പറഞ്ഞാൽ അവഗണിച്ചു പോയി.
ഇൻ അതാക്കും അദാബുല്ലാഹി ബഗ്തതൻ ഔ ജഹ്റതൻ. അപ്പൊ ബഗ്തതൻ എന്താ? പെട്ടെന്ന് ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ജഹ്റതനാണ്. പെട്ടെന്നെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി. ജഹ്റതൻ എന്ന് പറഞ്ഞാലോ പരസ്യമായി, പ്രത്യക്ഷമായി. പരസ്യം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി നേരത്തെ അറിയിച്ചിട്ട്. ആ നേരത്തെ അറിയിച്ചിട്ട്. അപ്പൊ ബഗ്തത്ത് എന്ന് പറയുമ്പോ പെട്ടെന്ന്, ജഹ്റത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോ ജഹ്റത്ത് നമ്മൾ ജഹ്റ് വെളിവായത്. ജഹ്റത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ അറിയാവുന്നു, ഇന്ന സമയത്ത് നടക്കും എന്ന നേരത്തെ തന്നെ നടക്കുന്നത്. അപ്പൊ വെളിവാകം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലെന്ന് പറഞ്ഞാല് നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചത്. യുഹ്ലകു എന്ന് പറഞ്ഞാൽ എന്ത് തരം ക്രിയ? അതിന്റെ മാലി അവ്വല് വചനം എന്താണ്? അഹ്ലക. അഹ്ലക വന്നിട്ട് അഹ്ലക യുഹ്ലികു. പിന്നീട് എന്താണ്? ഖൗമുൽ ളാലിമൂൻ. അപ്പൊ ഈ മജ്ഹൂലാകുമ്പോ നായിബുൽ ഫായിലായിട്ടായിരിക്കും ഖൗം വരിക. അപ്പൊ അതുകൊണ്ടാണ് ഫായിലിന്റെ അടയാളമായ ലം വരുന്നത്. ഖൗമുൽ ളാലിമൂൻ. പിന്നെ യുർസലിൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വ മുൻദിരീൻ. വലദീന കദബു ബിആയതിനാ യമസ്സുഹുമുൽ അദാബ്. യമസ്സുവിന്റെ മാളി എന്താണ്? എന്താ അർത്ഥം? അപ്പൊ ഇവിടെ എന്താ അർത്ഥം? കദബു ബിആയതിനാ യമസ്സുഹുമുൽ അദാബ്. ശിക്ഷ ബാധിച്ചു. ശിക്ഷ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷ ബാധിക്കുക. ബിമാ കാനു യഫ്സുഖൂൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? ബിമാ കാനു യഫ്സുഖൂൻ, തോന്നിയവാസികളായതിനാൽ. ആയതിനാൽ. അപ്പൊ ബിമ വന്നാൽ കാരണമാണോ? അക്കാരണമാണോ? ബിമാ കാനു ആയിരുന്നതിനാൽ, അധർമ്മകാരികൾ. ഖസായിൻ എന്താണ്? ഖസായിനിന്റെ അർത്ഥം കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നിയത്? അതിന്റെ മലയാളത്തിൽ എന്ത് പറയും? ഖസനല്ല, ഖജനാവ്. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ഖജനാവ്. ഖജനാവ്. അത് തന്നെ, ഖജനാവ്. ഖജനാവ്. അപ്പം ഈ ഖജനാവ് എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാ? ഖജാന. മലയാളത്തിൽ പിന്നെ ട്രഷറിന് മലയാളത്തിൽ എന്ത് പറയും? ട്രഷറി എന്ന് പറയും. ട്രഷറി എന്ന് പറയില്ലേ സാധാരണ? ട്രഷറി അല്ല, ട്രഷറർ. അല്ല, അത് ശരി. ട്രഷറിന് എന്ത് പറയും മലയാളത്തില്? എന്താണ് ചോദ്യം? എന്താണ് ട്രഷറർ മലയാളത്തിൽ എന്ത് പറയും? ഖജാൻജി. അപ്പൊ ഖജാൻജിയൊക്കെ എഴുതിന്ന് വന്നതാണ്. ഖജാൻജി എന്നുണ്ടോ? മലയാളം അറിയാത്തോണ്ടാണ്. മലയാളത്തിൽ പിന്നെ ട്രഷറിന് എന്ത് പറയും? പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ അടുത്ത വാക്കെന്താ? ഖജാൻജി. അതെ, ശരിയാണ്. പൈസ സൂക്ഷിക്കുന്ന ആള്, ഖജാൻജി. അതേപോലെ ഇൻ ഇല്ല വന്നത് നോക്കാൻ പറഞ്ഞായിരുന്നല്ലോ. എന്താ മനസ്സിലായ? അതിൽ നിന്ന് എന്ത് മനസ്സിലായി? കൂടുതൽ എന്ന് പറയുന്നത് നെഗറ്റീവിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാനായിട്ടുള്ളതാണ്. തഅക്കീദിന്റെ പല രൂപങ്ങളിൽ ഒന്നാണ് ഇൻ ഇല്ല എന്ന് പറയുന്നത്. അതല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായും അതാണ് എന്നർത്ഥം.
ആത്മായുടെ ആത്മാവ് ഏകവചനമാണോ ബഹുവചനമാണോ? ബഹുവചനല്ലേ? ആ, ബഹുവചനല്ലേ? ഏകവചനം. ബഹുവചനം. ഒമ്മിയെ എന്നുള്ളതിന്റെ അതെ, ആത്മാ ഏകവചനമാണോ ബഹുവചനമാണോ? ഏകവചനം. അല്ല, അതെ, ഏകവചനം. ഏകവചനം. ബഹുവചനം. ഏകവചനം. ബഹുവചനം. ഏകവചനം. ബഹുവചനം. ബഹുവചനം. ഏകവചനം. ബഹു അല്ല, ഏകയാണ്. അങ്ങനെ മാലും ഒമ്മിയനല്ലേ ബഹുവചനം? ഏകവചനം. ഒമ്മിയൻ. അബസ ഏകവചനം. വതവല്ല അൻ ജാഅഹുൽ ആൽമ. അവിടെ എത്ര പേരാ വന്നത്? അതെ അതെ. യെസ് യെസ്, ഒരാൾ. ഏകവചനം. ഏകവചനമാണ്. ആ ആൽമ. പിന്നെ ആ ചേർന്ന് വരുന്ന കുറെ രൂപങ്ങളുണ്ടല്ലോ, അസമ്മ്, അബുക്കമു, എല്ലാം അസമ എന്താണ്? ബുക്കമ്മു ഏകവചനമാണ്. അതിന്റെ ബഹുവചനമാണ് സുമ്മുൻ, ബുക്കുമുൻ, ഉമ്മിയുൻ. ബുക്കുമൻ ഒമ്മിയൻ. ബക്കറയിലുണ്ടല്ലോ. അത് തന്നെ. സുമ്മും ബുക്കുമുൻ ഒമ്മിയനെല്ലാം ബഹുവചനവും, അസമ്മ്, അബുക്കമ്, ആൽമ എല്ലാം ഏകവചനവും. ഏകവചനമാണ്. ബസീർ. ആ ബസീർ എന്ന് പറയുമ്പോ ഏകവചനല്ലേ വരിക? അധികരിച്ച ഏകവചനം. അത് ഫോം. ആ ഘടനയല്ല, അത് ഏകവചനം. ആ ഘടനയല്ല. അതുകൊണ്ടാണ് അധികരിച്ച പറയുന്നത് ഫോം. ആ ബസീർ. അധികരിച്ച ഫോം. അതെ, സൂപ്പർലേറ്റീവ് ഫോം. സൂപ്പർലേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഇന്റൻസീവ് ഫോം എന്ന് പറയാം. സോറി, ഇന്റൻസീവ്. ആധിക്യത്തിന്റെ രൂപമാണോ? അതെ, അല്ല. റഹീം എന്ന് പറയുന്നത് പോലെ, റാഹിമ റഹീം എന്ന് പറയുന്നത് പോലെ. ആ അപ്പോ ബസറ എന്ന് പറഞ്ഞാൽ കണ്ടു. കണ്ടു. ബാസിർ കാണുന്നത്. ബാസ്കറ്റിനാണോ? ബാസിർ കാണുന്നു. എന്നാണ് വരേണ്ടത് ശരിക്കും. ബസീർ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബസീർ വന്നാൽ അതിന് ഇന്റൻസീവ് ഫോമാണ്, ആധിക്യത്തിന് രൂപമാണ്. ബാസിർ എന്ന് പറഞ്ഞാൽ കാണുന്നവനല്ലേ? ബസറ. ബസറ യബ്സറു. ബസുറ യബ്സറു. ബസുറത്ത് ബിഹി അൻ ജുനുബിൻ. ബസുറ എന്നാ വരിക? ബസുറ യബ്സുറു. ബസുറയാണ്. സൂറത്തുൽ ഖസസിലുണ്ടല്ലോ, ഖാലത്ത് ലിഉഖ്തിഹി ഖുസ്സിഹി. ഖാലത്ത് ലിഉഖ്തിഹി ഖുസ്സിഹി. മൂസ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ പറഞ്ഞു ലിഉഖ്തിഹി, തന്റെ ആ മൂസയുടെ സഹോദരിയോട്, ഖാലത്ത് ലിഉഖ്തിഹി ഖുസ്സിഹി, അവന്റെ പിന്നാലെ പോവാ. ഖുസ്സിഹി എന്ന് പറഞ്ഞാൽ ആ ചരിത്രം അന്വേഷിച്ച് പോവാണ്, അതിന്റെ അവസ്ഥ അന്വേഷിച്ച് പോവാ. തുടരാം. ബസുറത്ത് ബിഹി അൻ ജുനുബിൻ. ബസുറത്ത്, അവൾ കണ്ടു, നോക്കി കണ്ടു, അൻ ജുനുബിൻ, സൈഡിൽ നിന്നുകൊണ്ട്, പുഴയുടെ സൈഡിലൂടെ നോക്കിക്കൊണ്ട് പോയി. ബസുറ യബ്സുറു ആണ്. ഹസുന യഹ്സുനു എന്നൊരു ഫോം ഉണ്ട്, നമ്മളത് പഠിച്ചിട്ടില്ല. ടേബിൾ ആ ക്രമത്തിൽ പഠിച്ചിട്ടില്ല, പക്ഷേ ഹസുന യഹ്സുനു എന്നൊരു ഫോം ഉണ്ട്. ബസുറ യബ്സുറു. ഇപ്പം മാലി ലമ്മാണെങ്കിൽ മുലാരിയും ലമ്മായിരിക്കും. അത് റയർ ഗ്രൂപ്പാണ്. നമ്മൾ പഠിച്ച ഗ്രൂപ്പുകളെല്ലാം ഫേമസ് ഗ്രൂപ്പ്, മോസ്റ്റ് കോമൺ ഗ്രൂപ്പുകളാണ്. അപ്പൊ എന്താ ശരിക്കും അഫലാ തതഫക്കറൂൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഈ അഫല വെച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും അതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. തഫക്കർ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. ചിന്തിക്കാൻ കഴിയുന്ന ആർക്കാണ്? ചിന്തിക്കാൻ കഴിയാത്തത് ആർക്കാണ്? അത് അവിശ്വാസികൾ. അല്ലല്ല, ചിന്തിക്കാൻ കഴിയാത്തത് ബുദ്ധി ഇല്ലാത്തത്. നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതായോ, അതുകൊണ്ടാണോ ചിന്തിക്കാത്തത്? വൈറാക്കിൽ അല്ലേ? നമ്മള് അഫലാ തഅഖലൂൻ എന്ന് പറഞ്ഞത് എന്താണ്? അജുനിൻതും ഫലാ തഅഖലൂൻ എന്ന്. ജാഹിലും. നിങ്ങൾക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു, അതുകൊണ്ടാണോ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങൾക്ക് അഫലാ തഅഖലൂൻ. അതേപോലെ അഫലാ തതഫക്കറൂൻ എന്ന് പറഞ്ഞാലും ഏകദേശം അതുപോലെ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാ? അജുനിൻതും ഫലാ തതഫക്കറൂൻ. നിങ്ങൾക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു പോയോ, അതുകൊണ്ടാണോ നിങ്ങൾ ചിന്തിക്കാത്തത്? അൻദിർ ബിഹിൽ ലദീന യഖാഫൂൻ. അല്ലദീന യഖാഫൂനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻദാർ ചെയ്യേണ്ടത്. മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ആർക്കാണ്? പേടിയുള്ളവർക്ക്. പേടിയില്ലാത്തവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് കാര്യമില്ല. ലാ തത്വറിദ്.
അതാണ് ഒരു പുതിയ വാക്ക്. ഈ തന്നിരിക്കുന്ന എല്ലാ വാക്കും പുതിയതാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ തന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് വാക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ച് കടുപ്പമുള്ളതും ശ്രദ്ധിക്കേണ്ടതുമായ വാക്കുകൾ തന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പുതിയ വാക്കുകളും ഉണ്ടാവും. തന്നിരിക്കുന്ന പലതും പഴയ വാക്കുകളാണ്. തൊറദ എന്നൊരു വാക്ക്, നേരത്തെ പറഞ്ഞ സ്വദഫ, ഇതൊക്കെയാണ് പുതിയ വാക്കുകൾ. ഉസ്താദെ ഷാഫിയും ഷെഫിയും എന്ന് പറഞ്ഞാൽ ഒരേ മീനിങ്. അപ്പൊ അത് ഇതേപോലെ ഷാഫി എന്നാണ് ശരിക്കും ഇസ്മു ഫായിൽ വരേണ്ടത്. ഷെഫിയ വരുമ്പോ ഇന്റൻസീവ് ഫോം ആണ്. റഹീം ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ബഷീർ പറഞ്ഞ പോലെ. ബഷീർ പറഞ്ഞു. പക്ഷെ അതിൽ ഹമീദിന് ഒരു വ്യത്യാസമുണ്ട്. ഹമീദിന് എന്താ വ്യത്യാസം? അത് ക്രിയയിൽ നിന്ന് ഒരു മജ്ഹൂൽ രൂപം കൂടിയാണ്. മജ്ഹൂൽ രൂപമാണ്. അത് ഓർമ്മയുണ്ടല്ലേ? മാഷാ അല്ലാഹ്. പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? മജ്ഹൂൽ രൂപം കൂടിയാണെന്നല്ല. അതായത് ഈ ഹമീദ് അല്ലെങ്കിൽ റഹീം ഫോം വരുന്നത് ഫാഇലിന്റെ ഇന്റൻസീവ് ഫോമിലും വരും, മഫ്ഊലിന്റെ ഇന്റൻസീവ് ഫോമിലും വരും. ഫാഇലിന്റെ ഇന്റൻസീവ് ഫോമിലും വരും, മഫ്ഊലിന്റെ ഇന്റൻസീവ് ഫോമിലും വരും. അപ്പോ നമ്മള് പഠിക്കുന്നതിൽ ഹമീദ്, അതുപോലെ വേറെ ഏതോ ഒരു വാക്കുണ്ട്. അതെന്താണ്? ഹമീദ് എന്താണ്? മഹ്മൂദിന്റെ ഇന്റൻസീവ് ഫോമാണ്, ഹാമിദിന്റെ അല്ല. അങ്ങനെ ചില വാക്കുകൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ലാ തത്റൂദ് അല്ല, ലാ തത്റൂദ് എന്താർത്ഥം? ത്വറദ യത്റുദു. നാട്ടിയാ കിട്ടി. ഖദാത്തും അഷിയും. ഖദാത്തിന്റെ വാവിന്റെ മുകളിൽ എന്താ അലിഫുള്ളത്? ഒരക്ഷരത്തിന്റെ നേരെ മുകളിൽ. നമ്മൾ തജ്വീദിന് ആരെങ്കിലും ചേർന്ന് തജ്വീദിൽ ആരും ചേർന്നിട്ടുണ്ടോ? തജ്വീദ് ചേർന്നിട്ടുണ്ടെങ്കിൽ ഇത് പഠിപ്പിക്കുന്നത്. ഒരക്ഷരത്തിന്റെ നേരെ മുകളിൽ കിടക്കുന്ന വേറൊരു അക്ഷരം വന്നിട്ടുണ്ടെങ്കിൽ ആ മുകളിലുള്ള അക്ഷരമാണ് താഴത്തെ അക്ഷരത്തിന്, മുകളിലുള്ള അക്ഷരം താഴത്തെ അക്ഷരത്തിന് പകരം. അതായത് ശരിക്കും മുകളിലുള്ള അക്ഷരമാണ് അവിടെ വായനയിലുള്ളത്. താഴത്തെ അക്ഷരം എന്താണ്? ഒറിജിനലി വായനയില്ല. നമ്മൾ ഗൈനും ദാലും കഴിഞ്ഞിട്ട് വാവാണുള്ളത്. പക്ഷെ വാവ് എന്തിനുള്ളതാണ്? അലിഫിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അപ്പൊ വാവ് വായനയിലില്ല. ബിൽ ഖദാത്തി എന്നാണ് വായന, ഖദാവത്തല്ല. ഖദാത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അഷിയ്. സൂറത്ത് കഹ്ഫിലും ഉണ്ടത്. അതെ. ഇത് വദൻ എന്നുള്ളതിന്റെ ആ രൂപമാണ്. ഖദൻ എന്ന് പറഞ്ഞാൽ നാളെയാണ്. നാളെ. പക്ഷെ ഖദാത്ത് എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. ഓക്കെ. അപ്പൊ പുതിയ എത്ര വാക്കുണ്ട്? തികച്ചും പുതിയ രണ്ട് വാക്ക് ഇതിലുള്ള. ബാക്കി തന്നിരിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചില വാക്കുകൾ തന്നിട്ടുണ്ടെന്ന് മാത്രമേ. അപ്പൊ ചോദിച്ചവരൊക്കെ പുനർവിചിന്തനം നടത്തുക. ശരിക്കും ഈ ചോദിച്ചത് പുതിയ പദം തന്നെയാണോ എന്ന്. ഓക്കെ. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടതിനെ അവരെന്ത് ചെയ്തു? അവരെ അവഗണിച്ചപ്പോൾ അല്ലെങ്കിൽ മറന്നു കളഞ്ഞപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ. എല്ലാത്തിനും അനുഗ്രഹങ്ങളെന്ന് അവിടെ പറഞ്ഞില്ല കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബറക്കാത്ത് എന്നല്ല പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാം തുറന്നു കൊടുത്തു, എല്ലാത്തിനും ഓപ്പണിങ് കൊടുത്തു. ഹത്താ ഇദാ ഫരിഹു, അവർ അങ്ങനെ
നിഗളിച്ച് സന്തോഷിച്ച് നിഗളിച്ചപ്പോൾ ഊത്ത് നൽകപ്പെട്ടവർ അഹ്നാഹും ബഗ്തതൻ, പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്തു, പിടികൂടി. ഇതാഹും മബിലിസുൻ, അപ്പോഴത്തേക്കും അവര് ഇതായി നാശരായി. അങ്ങനെ പിടികൂടപ്പെട്ടപ്പോൾ ഫഖുതിഅ ദാബിറുൽ ഖൗമിൽ ലദീന ളലമു, അക്രമികളുടെ അവസാനത്തെ ആളിനെയും എന്ത് ചെയ്തു, ഖുതിഅ മുറിക്കപ്പെട്ടു. ആ അബിത്തർ എന്നൊക്കെ പറഞ്ഞില്ലേ, അബിത്തർ വേരറ്റു. പോലെ എന്തായി, വേരറ്റതായി പോലെ വേരിനെ എന്ത് ചെയ്തു, മുറിച്ചു കളഞ്ഞു. അടിവേരറുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അവരെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വായിച്ച് ഒരു പഠനം എന്ന നിലയ്ക്ക് ജസ്റ്റ് അത് നമ്മുടെ എന്താ പറയാ ആഴത്തിലുള്ള തദബ്ബറുമായി ബന്ധമില്ലെങ്കിലും നമ്മുടെ ഒരു അറിവിലേക്ക് അത് നോക്കി വെക്കുന്നത് നല്ലതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചില സൂറത്തുകളുടെ അവസാനം വന്നിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇടയിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണിത് അൽഹംദുലില്ലാഹി റബ്ബിൽ. സൂറത്ത് സുമറിൽ വന്നിട്ടുണ്ട്. അതൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം വന്ന ഭാഗം ഖുലിൽ ഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുൽ അറഅയ്തും മിൻ അഖദല്ലാഹു സമഅകും വഅബ്സാറകും. ഇനി വീണ്ടും തൗഹീദിലേക്ക് പോവുകയാണ്, ഉലൂഹിയ്യത്തിലേക്ക് പോവുകയാണ്. അതായത് റുബൂബിയ്യത്ത് അംഗീകരിക്കാൻ എളുപ്പമാണ്. ഈ പ്രപഞ്ചം നോക്കി നടത്തുന്നതും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ പ്രപഞ്ച ഘടനയൊക്കെ നമ്മൾ പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഉലൂഹിയ്യത്തിൽ അഥവാ ആരാധനയ്ക്കർഹൻ എന്നിടത്ത് അവരെ കൊണ്ടുചെന്നെത്തിക്കുക എന്നതാണ് പ്രബോധകന്റെ ബാധ്യത. അപ്പൊ ചോദിക്കുകയാണ്, അറഅയ്തും മിൻ അഖദല്ലാഹു സമഅകും വഅബ്സാറകും. സം എന്ന് പറഞ്ഞാൽ ശരിക്കും ചെവിയാണ്, ബസർ പിന്നെ കാഴ്ച, കണ്ണ്. അപ്പൊ ബസർ എന്നൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് ഇവിടെ, കേൾവി. അബസാറക്കം എന്ന് പറഞ്ഞിടത്ത് ബഹുവചനമാണ് ഉപയോഗിച്ചത്. കാഴ്ചകളും പലതരം കാഴ്ച ഉണ്ടാകാം. ആ കാഴ്ചകളും ഒക്കെ എടുത്തു കളഞ്ഞാൽ, അഹദല്ലാഹു അല്ല എടുത്താൽ, വഖതമ അലാ ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ സീൽ വെച്ചാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് അവിടെ ഇലാഹ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ ദേവതകളിൽ ആരെങ്കിലും നിങ്ങൾക്ക് അത് കൊണ്ടു തരുമോ? അള്ളാഹു ഒഴികെയുള്ള ഗൈറുള്ള അല്ല അല്ലാതെ. കാരണം അവർ അള്ളയും പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളയോടും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ നോക്കിയാൽ പലരും ആരാധിക്കുന്നവരൊക്കെ അള്ളയും ആരാധിക്കുന്നുണ്ട്, കൂടാതെ വേറെയും ചിലരെ ആരാധിക്കുന്നുണ്ട്. അതെന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. അള്ളയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, അള്ളാന്റെ ബൈത്തിന് തവാഫ് ചെയ്യുന്നു, അല്ല വേറൊരു ബൈത്തിനെ തവാഫ് ചെയ്യുന്നത് എങ്ങനെയാ? അള്ളാന്റെ ബൈത്ത് ഒരൊറ്റ ബൈത്തിന് മാത്രമേ തവാഫ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരു പള്ളിയെയും തവാഫ് ചെയ്യാൻ പാടില്ല. കഅബയുടെ വാതിൽക്കൽ നിൽക്കുന്നത് പോലെ ഒരു ആരാധനാലയത്തിന്റെയും ഒരു മസ്ജിദിന്റെയും മുന്നിൽ നിൽക്കാൻ പാടില്ല. അതേപോലെ റുക്നുൽ യമാനിയിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ വേറെ എവിടെയും സ്പർശിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അതേപോലെ പാത്തിയുടെ പിന്നെ താഴെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെ വേറെ ഒരു ലൊക്കേഷൻ തന്നിട്ടില്ല. ആ സ്പെസിഫിക് ലൊക്കേഷനുകളല്ലാതെ കല്യാറിന്റെ സ്ഥലം, അതേപോലെ ജബലുർ റഹ്മ, അറഫ മൈതാനി, സഈന്റെ സ്ഥലം, അതായത് സഫ മർവ കുന്നുകൾക്കിടയിലുള്ള സ്ഥലം, ഇതൊക്കെ എന്താണ് നിശ്ചിത സ്ഥലങ്ങളാണ്. മുസ്ദലിഫ, അതൊക്കെ നിശ്ചിത സ്ഥലങ്ങളാണ്. അതങ്ങ് ബാക്കിയെല്ലാം എന്താണ് മസ്ജിദുകൾ പൊതുവിൽ. അതേപോലെ സ്പെസിഫിക് സ്പോട്ടായിട്ട് തന്നിരിക്കുന്നത് കഅബയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മാത്രം. വേറെ ഒന്നിനും എന്തില്ല, അതേപോലുള്ള സ്ഥാനമില്ല. അപ്പോ അള്ളയെ ആരാധിക്കുന്നതിനോടൊപ്പം വേറെ ഒന്നിനെയും ആരാധിച്ചിട്ട് കാര്യമില്ല.
ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ആ പ്രാർത്ഥനയുടെ രീതിയിലോ ഭാവത്തിലോ ആരാധനാ ഭാവത്തിലോ ഒന്നും ഒരു രീതിയും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരൊറ്റ രീതികളും നമ്മൾ പൊതുവിൽ അംഗീകരിക്കാത്ത പലതും പല ആരാധനാലയങ്ങളിലും കാണുന്നുണ്ട്. പൊതുവിൽ നമ്മൾ ആരുടെയും മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തലവിളിക്കാൻ സന്നദ്ധമാണ്. അതേസമയം മക്ബറകളുടെ മുന്നിൽ പോയിട്ട് തലവിളിക്കും. അവിടെ പോയാൽ അങ്ങോട്ട് നേരെ പോയാല് പിന്നെ എന്താണ്, അങ്ങനെ തിരിച്ചു വരാൻ പാടില്ല. അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. മക്ബറയുടെ അടുത്ത് ചെന്നാൽ ഫേസ് അങ്ങോട്ട് മക്ബറയുടെ തിരിച്ചിറങ്ങുമ്പോ ഇങ്ങനെ റിവേഴ്സ് പോകണം, റൗണ്ടടിച്ച് വരാൻ പാടില്ല എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതെല്ലാം എന്താണ്, ആരാധനാഭാവങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ഭാവവും അനുവദിക്കും. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഭാവത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നഹദല്ലാഹു സമയത്തും അബ്സാറക്കും, നിങ്ങളുടെ കാഴ്ചയോ കേൾവിയോ ആരെങ്കിലും അള്ള എടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ള തന്നെ തിരിച്ചു തന്നേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആര് തിരിച്ചു തരും? മൻ ഇലാഹിൻ ഗൈറുല്ലാഹി യഅതീകും ബിഹി, അതിനെ കൊണ്ടുതരുന്ന വേറെ ഏതൊരു ആരാധ്യനുണ്ട്? കൈഫ നുസർരിഫുൽ ആയാത്ത്, നോക്ക എത്ര വ്യക്തമായിട്ടാണ് നാം സൂക്തങ്ങളെ, ആയാത്തി തെളിവുകളെ, പ്രമാണങ്ങളെ, സൂക്തങ്ങളെ വിശദീകരിച്ചു തരുന്നത്. തുമ്മ ഹും യസ്ലിഫൂൻ, പിന്നീട് അവരെന്ത് ചെയ്യുന്നു? അവഗണിച്ച് തിരിഞ്ഞു പോകുന്നു. അപ്പോൾ അറഅയ്തക്കും, നിങ്ങൾ പറഞ്ഞു തരൂ. അറഅയ്തും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അറഅയ്തക്കും ഇൻ അതാകും അദാബുല്ലാഹി ബഗ്തതൻ ഔ ജഹറതൻ, നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് അല്ലാഹ് ഇപ്പോൾ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളായ സംഗതികൾ. പിന്നീട് പറയുന്നത് ശിക്ഷ ഇറക്കുക, അദാബ്, പെട്ടെന്നൊരു സംഭവം, ഒരു ശിക്ഷ വന്നു, അല്ലെങ്കിൽ ഇതാ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൈലാബ് ഇപ്പൊ വീഴുമെന്ന് പറഞ്ഞില്ലേ, അല്ല ഓഹി വരും, അല്ലെങ്കിൽ വേറെ സംഭവങ്ങളൊക്കെ വരുമെന്നൊക്കെ. ഇപ്പൊ നമ്മൾ ഷട്ടർ തുറക്കും, വെള്ളം ശക്തിയായി വരുമെന്നൊക്കെ പറയും. അപ്പോ എങ്ങനെ ശക്തി വന്നാലും ഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ, അക്രമികളായ ജനതയല്ലാതെ നശിപ്പിക്കപ്പെടുന്നു. നമ്മൾ പഠിക്കേണ്ടത്, ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായി, അപ്പൊ ആരാണ് നശിപ്പിക്കപ്പെട്ടത്? അപ്പൊ ദുൽമ് നമ്മൾ ചെയ്യുന്നുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ കുറെ ആൾക്കാർ ചെയ്യുന്നു, ആ സമൂഹത്തിൽ പെട്ടവരും അതിന് ബാധകമായി തീരും. അപ്പൊ ഈ വെള്ളപ്പൊക്കം എന്തുകൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ അതിന് എക്കോളജിയുടെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടതാണ്. എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും സമാഇനെ അള്ളാഹ് ഉയർത്തി, പിന്നീട് എന്ത് ചെയ്തു? വദഅൽ മീസാൻ, എക്കോളജി സ്ഥാപിച്ചു. എക്കോളജി എന്ന് പറയുന്നത് എന്ത് പറയും മലയാളത്തിൽ? വാക്കൊന്നുമില്ല. വദഅൽ മീസാൻ, അപ്പൊ വസിന് സ്ഥാപിച്ചു, തുലാസ് സ്ഥാപിച്ചു, എല്ലാത്തിനും എന്താണ്? സന്തുലിതത്വം സ്ഥാപിച്ചു. വദഅൽ മീസാൻ. എന്നിട്ടെന്ത് പറഞ്ഞു? അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ അതിൽ അതിര് കവിയരുത് എന്ന് പറഞ്ഞു. ആ സന്തുലിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്ത്? അതിക്രമിച്ച് കിടക്കരുത്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായിട്ടാണ് എന്ത് ചെയ്തത്? കരയിലും കടലിലും ഇപ്പോൾ ആകാശത്ത് നടക്കുന്നുണ്ട് ഫസാദ് വർദ്ധിക്കുന്നത്. അപ്പൊ വെള്ളം ഒഴുകി വന്നാൽ ആ വെള്ളം ഒലിച്ചു പോകാനുള്ള സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് ഓവുകളും ചാലുകളും പിന്നെ തോടുകളും നദികളും ഒക്കെ മുറിച്ച് അതിന്റെ മുകളിലൂടെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, കോൺക്രീറ്റ് കാടുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഏത് വഴി ഒലിച്ചു പോകും? തിരുവനന്തപുരം സിറ്റിയിൽ എനിക്കറിയാം പല ആറുകളുടെ മുകളിലൂടെ വീടുകളായിരിക്കും. ചില വീടുകളുടെയൊക്കെ താഴ്ഭാഗത്തു കൂടി തോടൊഴുകുന്നുണ്ട്.
അവരത് വിട്ടിട്ടാണ് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്. പക്ഷെ അവിടെയൊക്കെ തടസ്സം വന്നാൽ അതിനെ നീക്കം ചെയ്യാനൊന്നും സംവിധാനം. എനിവേ, എന്തായിരുന്നാലും ഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ, ദുൽമ് ചെയ്തവർ എന്ത് ചെയ്യും? നശിപ്പിക്കപ്പെടും. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. ഇല്ലാ മുബശ്ശിരീൻ എന്ന് പറഞ്ഞ എന്താണ്? ഹാലാണ്. വമുൻദിരീൻ വാവ് കൊണ്ട് അതിനോട് ബന്ധപ്പെടുത്തി. പ്രവാചകന്മാരെ നാം അയച്ചിട്ടില്ല. മാ ഇല്ല, ഇൻ ഇല്ല, ഇത് രണ്ടുമല്ല നോക്കാൻ പറഞ്ഞത്. ഇതെല്ലാം എന്തിനാണ്? തഅക്കീദ് ചെയ്യാനാണ്, ഉറപ്പിച്ച് പറയാൻ വേണ്ടിയുള്ള രണ്ട് രൂപങ്ങളാണ് മായും മാ ഇല്ല. അതേപോലെ ഇന്നയും ഇന്നമായും അതുപോലുള്ളതാണ്. അപ്പൊ ഇന്നയും ഇന്നമായും ഇന്ന ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഉറപ്പാണ് ഇന്നമ ഉപയോഗിക്കുന്നത്. പിന്നീട് മാ ഇല്ല ഉപയോഗിക്കുമ്പോൾ അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പ്രയോഗമാണ്. ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. അപ്പൊ അവരെല്ലാം എന്താണ് ചെയ്തത്? സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പുകാരുമായി. നിർബന്ധം ചെലുത്തുന്നവരല്ല എന്നത് അതിന്റെ മറുഭാഗം കൂടി നമ്മൾ വായിക്കും. മുന്നറിയിപ്പ് നൽകുക എന്നത് മാത്രമേ ഉള്ളൂ. അവരെ കൊണ്ട് നിർബന്ധിച്ച് ഒരു പണി ചെയ്യിപ്പിക്കുക എന്നത് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അതിന് ആരെങ്കിലും വിശ്വസിക്കുകയും പിന്നെ അസ്ലഹ. അപ്പൊ എവിടെയും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞെടുത്ത് അല്ലദീന ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നീട് ആമനു അമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും അതോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തവനാണ് നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടവൻ. അതേപോലെ ഇവിടെയും മൻ ഒന്നാണ്. സമൻ ഏതൊരുവൻ ആമന വാസ്ലഹ, വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലാ ഖൗഫുൻ, അവന് പേടിക്കേണ്ടതില്ല. ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭാവിയെ കുറിച്ച് പേടിക്കേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടതുമില്ല. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴാണോ ജീവിതം നന്നാക്കിയത് അതിന് മുമ്പുള്ള ജീവിതത്തെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്യും? മാപ്പ് നൽകപ്പെടും. അല്ലദീന കദ്ദബൂ ബിആയാതിനാ യമസ്സുഹുമുൽ അദാബു ബിമാ കാനൂ യഫ്സിഖൂൻ. നമ്മളെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർ, യമസ്സുഹുമുൽ അദാബ്, അവരെ ശിക്ഷ ബാധിക്കും. ബിമാ കാനൂ യഫ്സിഖൂൻ, അവർ അധർമ്മം പ്രവർത്തിച്ചു കൊണ്ടുവരുന്നതിനാൽ. അപ്പൊ ഏതെങ്കിലും നിലയ്ക്ക് അവർക്ക് ശിക്ഷ ബാധിക്കും. അവര് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഏത് രീതിയിലാണ് ശിക്ഷ ബാധിക്കുന്നത്. പലപ്പോഴും നമുക്ക് ശിക്ഷ വരുന്നതിനെ കുറിച്ച് നമ്മൾ അറിയാറില്ല. നമ്മൾ വിചാരിക്കും അയാൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അയാൾ രോഗിയായി, നമ്മൾ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. പക്ഷെ എന്താ സംഭവിക്കുക? അയാൾ ഒരു സാധാരണ ജീവിതത്തിൽ വരുന്ന ആയുധങ്ങളെ ചിലവാകുന്നതിന് പകരം അയാള് ലക്ഷങ്ങൾ എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലിൽ ഇവിടെ ചിലവഴിക്കുക. അപ്പൊ ദുരിതങ്ങൾ, പരീക്ഷണങ്ങൾ പല നിലയ്ക്കും വരും. അതെങ്ങനെയാണ് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്, പാഠം ഉൾക്കൊള്ളുക. അല്ലെങ്കിൽ കദ്ദബൂ ബിആയാതിനാ യമസ്സുഹുമുൽ അദാബ്, ശിക്ഷ വരും. ബിമാ കാനൂ യഫ്സിഖൂൻ, അവർ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്. ഇവിടെയാണ് റസൂലിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിരുന്നാലും നബിയായിരുന്നാലും, അതായത് അംബിയാവും റസൂലും പ്രവാചകന്മാർ, അവർക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നതും അള്ളാഹ് കൊടുക്കുന്നതുമായ സംഗതികൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, ദൈവിക ഖജാനകൾ എന്റെ അടുക്കലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യം അറിയില്ല. വലാ അഅലമുൽ ഗൈബിനെ കുറിച്ച് എന്തോ നോക്കാൻ പറഞ്ഞായിരുന്നല്ലോ. കേട്ടുണ്ട് അത്. എന്താ നോക്കാൻ പറഞ്ഞത്? അത് മുഹമ്മദ് നബിക്ക് അറിയാത്തതാണ്. എല്ലാ നബിമാരുടെയും പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി, നബിമാർക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്ത അറിവല്ലാതെ വേറെ ഒന്നുമില്ല. അറിയില്ല. പക്ഷെ അതിനൊരു ഉദാഹരണം പറഞ്ഞാല്, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു അപവാദം ഉണ്ടായി.
ഒരു യുദ്ധത്തിൽ പോകുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടു. അദ്ദേഹത്തെ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ യുദ്ധത്തിന്റെ സൈന്യം സഞ്ചരിച്ച് പോയതിനു ശേഷം എന്തെങ്കിലും ശേഷിപ്പുകളുണ്ടോ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ നോക്കാൻ വേണ്ടി സൈന്യത്തിന്റെ പിന്നിൽ ഒരാൾ വരും. അദ്ദേഹം നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹ പല്ലക്കിലാണുള്ളത്. പല്ലക്കറിയാമല്ലോ. ആ പല്ലക്കെടുത്ത് വെച്ചു. അത് അദ്ദേഹം ഇത് ചെയ്ത് വന്നു. അപ്പൊ ജനങ്ങൾ നോക്കുമ്പോൾ എന്താണ്, അല്ല പല്ലക്ക് പോയി, പല്ലക്ക് അറിയാതെ ആയിഷ റളിയല്ലാഹു അൻഹ പല്ലക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ച് പല്ലക്ക് നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ പേഴ്സണലി അവിടെ ഒറ്റപ്പെട്ടു. അപ്പൊ ഈ സഹാബി എന്ത് ചെയ്തു? അവരെയും ഒട്ടകപ്പുറത്ത് കയറ്റിക്കൊണ്ട് വരികയാണ്. വന്നതാ ഇറങ്ങുന്നു. അപ്പം പിന്നെ ലീഡറിന്റെ ഭാര്യയെ കുറിച്ച് ഉള്ള പരാതി എല്ലാം പറയാറുണ്ട്. അപ്പോ സംഭവത്തിന് ചുരുക്കം ഇതാണ്. നമ്മളെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയില്ല. അതുപോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയില്ലെങ്കിൽ പിന്നെ വേറൊരു ഗൈബിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതാണ് അഅലമുൽ ഗൈബ, ഞാൻ അദൃശ്യം അറിയില്ല. അലാ അഖൂലു ലക്കും ഇന്നി മലക്, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്, ഞാനൊരു മലക്കാണെന്ന് ഞാൻ പറയുന്നില്ല. ലാ അഖൂലു ലക്കും ഇന്നി മലക്, ഒരു മലക്കാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു മാലാഖയാണ്, മലക്കാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, ഞാൻ ഇൻ അത്തബിഉ ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രയോഗം പല സ്ഥലങ്ങളിൽ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. അപ്പൊ യൂഹായുടെ മാളി മഅറൂഫ് എന്താണ്? ഔഹ യൂഹി. ഔഹ, ഔഹ യൂഹി എന്നാണ് മഅറൂഫ്. അതിന്റെ മജ്ഹൂലാണ് യൂഹിയുടെ മജ്ഹൂലാണ് യൂഹ. യൂഹ. അപ്പൊ ഈ എന്താ പറയാ, ദുർബലാക്ഷരങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതുപോലെ കുറെ വാക്കുകൾ ഇതിൽ വന്നിട്ടുണ്ട്, ഈ സൂറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട്. ഔഹ യൂഹി. അപ്പൊ ഔഹയുടെ മജ്ഹൂൽ എന്തായിരിക്കും? ഔഹ. ഔഹയുടെ മജ്ഹൂൽ എന്തായിരിക്കും? യൂഹിയുടെ മജ്ഹൂലാണ് യൂഹ. ഔഹയുടെ മജ്ഹൂൽ ഊഹിയ. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ. ഒരു സൂറത്ത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ലേ, സൂറത്ത് ജിന്ന്. ഖുൽ ഊഹിയ. അപ്പൊ ഔഹ എന്നെടുത്ത ആ ഹദാബുള്ള അലിഫ് പിന്നെ എന്തായി മാറുന്നു? അത് യായിട്ട് മാറും. ഔഹ ഊഹിയ. ഊഹിയല്ല. ഔഹ എന്താണ്? ഔഹ യൂഹി. സോറി, ഔഹ യൂഹി. ഔഹ ഊഹി. ഊഹിയ എന്ന് വന്ന എവിടെയാണ്? ഊഹിയ എന്ന് വന്നിടത്ത് മുളാരിയാണ്. എങ്ങനെ? അല്ലല്ല, മാളി മജ്ഹൂലാണ്. ഊഹിയ, ഔഹ ഊഹിയ. ഹദ എന്ന് പറയുന്നത് പിന്നെ അത് യായിട്ട് മാറി ഊഹിയ. കാല എന്താവും? കീലയാവും. അലിഫ് മാറിയിട്ട് യായി മാറി. യുഹാ ഇലയ്യ. അപ്പൊ ഇൻ അത്തബി ഇല്ലാമ യുഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നതാണ് ഞാൻ, അത് മാത്രമാണ് ഞാൻ പിൻപറ്റുന്നത്. അല്ലെങ്കിൽ എനിക്ക് വഹി നൽകപ്പെടുന്നത് ഞാൻ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. സൂറത്ത് കഹ്ഫില് ലാസ്റ്റ്. അതെ. ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ. അഅ്മായും ബസീറും, അഅ്മ എന്ന് നമ്മൾ അഅ്മ അന്ധൻ, വൽ ബസീർ കാഴ്ചയുള്ളവൻ, കാണുന്നവനും കാണാത്തവനും സമമാകുമോ?
കണ്ണുപൊട്ടനും കാഴ്ചയുള്ളവനും സമമാകുമോ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പൊ നമ്മള് ഒരു വ്യക്തിയെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഏതെങ്കിലും തിന്മയുള്ളവനും നേരെ മറുഭാഗത്തുള്ളവൻ സൽക്കർമ്മിയുമാണെങ്കിൽ ആ തിന്മ ചെയ്യുന്നവനും സൽക്കർമ്മം ചെയ്യുന്നവനും തമ്മിൽ എങ്ങനെ യോജിക്കും? കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആർക്കാണ് മൂല്യം കൽപ്പിക്കുക? തിന്മയുള്ളവനും തിന്മ ചെയ്യുന്നവനും അതേപോലെ സമ്പന്നനും കുലീനനും വളരെ പ്രതാപശാലിയും നല്ല ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള വലിയ വാഹനത്തിൽ മേൽത്തരം വാഹനത്തിൽ വന്നിറങ്ങുന്നവനും അതേപോലെ അപ്പുറത്ത് നന്മ ചെയ്യുന്നവനാണ്. അയാളുടെ വസ്ത്രമൊന്നും അത്ര മോടിയുള്ളതൊന്നുമല്ല, അയാൾ വന്ന വാഹനമൊന്നും അത്ര പ്രൗഢിയുള്ളതൊന്നുമല്ല. നമ്മൾ ആർക്കാണ് വിലയിടുക യഥാർത്ഥത്തിൽ? നമ്മൾ ഉയർന്ന ഉന്നത പ്രൗഢിയുള്ള ഡ്രസ്സിനെയും വാഹനത്തെയും അതുപോലെ സംഗതിയാണ് വിലയിടുന്നത്. ഇവിടെ അള്ളാഹ് ചോദിച്ചിരിക്കുന്നത് അതാണ്. അൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ എന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. നന്മ ചെയ്യുന്നവർക്ക് ഉൾക്കാഴ്ചയുള്ളവൻ യഥാർത്ഥത്തിൽ നന്മയെ കണ്ടെത്തുന്നവനുമാണ് മികച്ചു നിൽക്കുന്നവൻ. അള്ളാഹിന്റെ സൂക്തങ്ങളോടും ദൈവിക ദൃഷ്ടാന്തങ്ങളോടും അന്ധത നടിക്കുന്നവനല്ല. അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾക്ക് ബോധമില്ലേ? വൻദിർ ബിഹില്ലദീന യഖാഫൂന അൻ യുഹ്ശറൂ ഇലാ റബ്ബിഹിം. അപ്പൊ അല്ലദീന യഖാഫൂന അൻ യുഹ്ശറൂ, ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതിനെ ഭയപ്പെടുന്നവർ. യഖാഫൂന, അവർ ഭയപ്പെടും. എന്തിനെ ഭയപ്പെടും? അൻ യുഹ്ശറൂ, എന്താണ്? ഒരുമിച്ച് കൂട്ടപ്പെടലാണ്. അന്നും മുതാരികൾ ചേർന്നത് എന്തായി? മസ്തറായി മാറി. ഒരുമിച്ച് കൂട്ടപ്പെടലിന് പേടിക്കുന്നവനെ എന്ത് ചെയ്യേണ്ടത്? മുന്നറിയിപ്പിനോട് ആദ്യം എന്താണ്? ഹഷൂറ എന്നാണ്? ഹഷറ എന്നാണ്? നമ്മള് ലിസ്റ്റിലുണ്ടല്ലോ അതെ, നമ്മളെ ലിസ്റ്റിലുള്ള ക്രിയല്ലേ? അതെ, നമ്മളെ ലിസ്റ്റിലുള്ള ക്രിയാണ് ഹശറ യഹ്ശുറു. ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്. അപ്പൊ അവിടെ പറഞ്ഞ റബ്ബാണ്, കാരണം അത് കോമൺ ആണ് സംഭവം. എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്, പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. അങ്ങനെ ഒരു റബ്ബുണ്ട്. നിങ്ങളെ രക്ഷിതാവ് ആരാണോ അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും, അല്ലെങ്കിൽ അവന്റെ അടുക്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഅ, അവർക്ക് മിൻ ദൂനിഹി, അവനെ കൂടാതെ ഒരു വലിയുമില്ല. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട പഠിക്കേണ്ട ഒരു വിഷയമാണ്. ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ എന്ന് പറഞ്ഞല്ലോ. അൽ-മാഇദയിൽ നമ്മൾ അള്ളാഹ് അല്ലാത്ത ഒരു വലിയുണ്ടെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞില്ലേ? അള്ളാഹ് അല്ലാത്ത ഏത് വലിയനാണ് പറഞ്ഞത്? അൽ-മാഇദയിൽ പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന അസ്സലാത്ത വയുതൂന അസ്സകാത്ത വഹും റാകിഊൻ. അപ്പോ പരമമായ വിലായത്ത് ആർക്കാണ്? അള്ളാഹ്ക്കാണ്. അതിന് താഴെ ഇപ്പൊ നമ്മള് അള്ളാഹ് അല്ലാത്ത ആരെയും അനുസരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. മാതാപിതാക്കളെ അനുസരിക്കാൻ പാടില്ലേ? ഗുരുനാഥന്മാരെ അനുസരിക്കാൻ പാടില്ലേ? ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും നേതാക്കന്മാരെയും ഒക്കെ അനുസരിക്കേണ്ടത് എപ്പോഴാണ്? അള്ളാഹിന്റെ അനുസരണത്തിന് കീഴിലാണ്. അതേപോലെ ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ എന്ന് പറഞ്ഞാൽ അവനെ കൂടാതെ ഒരു വലിയ്യുനില്ല. സുപ്രീം വിലായത്ത് ആർക്കാണ്? അള്ളാഹ്ക്കാണ്. അത് കൂടാതെ അതിന്റെ താഴെ നിങ്ങൾക്ക് സപ്പോർട്ടും സംരക്ഷണവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതാരാണ്? അത് അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ വറസൂലുഹു വല്ലദീന ആമനു. എങ്ങനെയുള്ള ആമനു?
അല്ലദീന ആമനു ലദീന യുഖീമൂന സ്വലാ, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവർ, വയുത്തൂന സക്കാ, സാമ്പത്തിക ബാധ്യത നിർവഹിക്കുന്നവർ, വഹും റാക്കിഊൻ, അവർ നമിക്കുന്നവരും കുനിയുന്നവരുമാണ്, അള്ളാന്റെ മുമ്പിൽ വിധേയത്വം കാണിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വീകരിക്കാം, കർത്താക്കളാക്കാം. എവിടെ? അള്ളാന്റെ വിലായത്തിന് താഴെയാണ്. ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ തീർത്തും പറഞ്ഞത് ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ, അവനെ കൂടാതെ ഒരു വലിയുമില്ല. ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ, ഒരു വലിയുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അല്ലില്ലാതെ പറഞ്ഞുകൊണ്ടാണ്. അവനെ കൂടാതെ ഒരു വലിയുമില്ല. വലാ ഷഫീഅൻ, ശുപാർശകനുമില്ല. ഷഫാഅത്ത് നിഷേധിക്കുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കേണ്ടതാണ്. ഖുർആൻ ഷഫാഅത്ത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഷഫാഅത്ത് ലഭിക്കണമെങ്കിൽ, ശുപാർശ നടത്തണമെങ്കിൽ പോലും എന്ത് ചെയ്യണം? പെർമിഷൻ, മുൻകൂട്ടി പെർമിഷൻ. റെക്കമെൻഡേഷൻ നടത്താൻ പോവാണ്, റെക്കമെൻഡേഷൻ നടത്തിക്കോട്ടെ എന്ന് ആദ്യം എന്ത് ചെയ്യണം? റിക്വസ്റ്റ് ചെയ്യണം. അത് അലോട്ട് ചെയ്താൽ മാത്രമേ, അനുവദിച്ച് ആ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കമെൻഡേഷൻ നടത്താൻ പറ്റൂ. പിന്നെ ആ റെക്കമെൻഡേഷൻ നടത്തുന്ന ആർക്ക് വേണ്ടിയാണ്? അവനും എന്തായിരിക്കണം? യോഗ്യനായിരിക്കണം. റെക്കമെൻഡേഷൻ ലഭിക്കാൻ യോഗ്യനായിരിക്കണം. അല്ലാതെ എല്ലാവർക്കും വേണ്ടി പോയിട്ട് അവർ റെക്കമെൻഡേഷൻ നടത്താൻ പറ്റില്ല. ഒരു റെക്കമെൻഡേഷനെ കുറിച്ച് ഹദീസിൽ പറയുന്നത് ഷഫാഅത്തുൽ കുബ്ര എന്ന് പറയും. ആ ഷഫാഅത്തുൽ കുബ്രയെ കുറിച്ച് പറയുന്നത് എന്താ? വലിയ റെക്കമെൻഡേഷൻ എന്ന് പറയും. ആ റെക്കമെൻഡേഷൻ മഹ്ശറിൽ ജഡ്ജിമെന്റ് നടക്കാതിരിക്കുന്ന അവസ്ഥ. എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരും അവിടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സകലമായ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പലരും എന്താണ്? അവരവരുടെ തെറ്റുകളുടെ ആധിക്യത്തിന്റെ തോതനുസരിച്ച് ചിലര് ഞെരിയാണി വരെയും, ചിലര് മുട്ട് വരെയും, ചിലര് തോൾ വരെയും, ചിലർ അതിന്റെ മുകളിലും വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. സൂര്യൻ ഒരു ചാൻ നീര മാത്രം, ഒരു ചാൻ അടുത്ത് നിൽക്കുകയാണ്. തലയുടെ ഒരു ചാൻ മാത്രം അടുത്ത് നിൽക്കുകയാണ്. അത്രയും. അപ്പൊ ചിലർക്കൊക്കെ അർശിന്റെ തള്ളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത്രയും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ഈ ജഡ്ജിമെന്റ് എന്ന് നടന്ന് കല്ലും നെല്ലും വേർപെടുത്തി നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്, സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക്, എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു എന്ന് എല്ലാവരും ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ഷഫാഅത്തുൽ കുബ്ര എന്ന് പറയുന്ന സംഭവം നടന്നത്. അപ്പൊ ജനങ്ങളെല്ലാം ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നബിമാരോടും ഇന്ന് റെക്കമെൻഡേഷന് പറയുകയാണ്. താങ്കൾ അള്ളയോട് പറയണം, ജഡ്ജിമെന്റ് നടത്താൻ. അള്ള ആഗതമാകുന്നില്ല, ജഡ്ജിമെന്റ് നടത്താൻ വേണ്ടി ആഗതമാകുന്നില്ല. ആ ആഗതമായി ജഡ്ജിമെന്റ് നടത്താൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാവരും കൈയൊഴിഞ്ഞിട്ട് അവസാനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇനി വേറൊരാളോട് പറഞ്ഞ് ഒഴിയാൻ ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അർശിന്റെ അടുക്കൽ പോയിട്ട് സുജൂദിൽ വീഴുകയാണ്. പിന്നെ കാന മിഖ്ദാറുഹു 50 അൽഫ സന എന്നാണ്. അവിടുത്തെ ഒരു ദിവസം 50,000 വർഷം. അവിടത്തെ ഒരു ദിവസം 50,000 വർഷം ദൈർഘ്യമുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര നാൾ കിടന്നു എന്ന് അറിയില്ല എന്നാ പറയുന്നത്. എത്ര നാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സുജൂദുൽ അർശിന്റെ താഴെ കിടന്നു എന്നറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അള്ളാഹ് പറഞ്ഞു, യാ മുഹമ്മദ് ഇർഫഅ റഅസക വസ്അൽ എന്ന്, നിന്റെ തല ഉയർത്തു ചോദിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ റെക്കമെൻഡേഷന്റെ അവസ്ഥ എന്താണെന്ന്. അവിടുത്തെ അപ്പൊ വലാ ഷഫീഅ, അപ്പൊ ഒരു ശുപാർശകനെയും എന്ത് ചെയ്യാൻ പാടില്ല? പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷെ അവിടെ ശുപാർശയുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ മുഹമ്മദ് നബി നമ്മൾ ചില ആൾക്കാർ പ്രാർത്ഥിക്കുമെന്ന് പറയും, ഞങ്ങൾക്ക് ശുപാർശ നൽകുന്നവനായ മുഹമ്മദ് റസൂലേ. അങ്ങനെ ആരുടെയും ശുപാർശ പ്രതീക്ഷിക്കാൻ പാടില്ല. ആ പ്രതീക്ഷ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ അങ്ങോളം ഇങ്ങോളം വായിച്ചാൽ മുഴുവൻ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്.
ഹദീസിലാണ് അതിന്റെ ഓപ്ഷൻസുകൾ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ വെച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ നമ്മളെ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ലൈസ ലഹു മിൻ ദൂനിഹി മിൻ വലിയ്യിൻ ലൈസ ലഹു മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഉൻ. ഒരു രക്ഷാധികാരിയുമില്ല, ഒരു വലിയില്ല, ഒരു ശുപാർശകനുമില്ല. ലഅല്ലഹും യത്തഖൂൻ. അവർ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്വീകാര്യോഗ്യമായി കാണുന്നവരെയാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്. വലാത്ത തുറുദ് വലാത്ത തുറുദ് വലാത്ത തുറുദില്ലദീന വലാത്ത തുറുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി. ഇപ്പോ അബൂജഹലും മുത്തുബത്തും ഷൈബത്തിനെ പോലുള്ള കുലീനന്മാരായ ഉന്നത കുലജാതരായ ആൾക്കാർ നോക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചത് അമ്മാർ, യാസിർ, ബിലാൽ പോലുള്ള കൂലിപ്പണിക്കാരും, അവിടുത്തെ പണി നോക്കിയാൽ കൊല്ലന്മാര്, അതേപോലെ അടിമകളായ ആൾക്കാരൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായിട്ട് ആകർഷായത്. ഇവരെ കൂടെയാണോ ഞങ്ങൾ ഇരിക്കുക എന്ന് ആണ് അവരുടെ ചോദ്യം. അവരെല്ലാം പറഞ്ഞു വിട്ടാൽ ഞങ്ങൾ നോക്കാം, അവരെല്ലാം പറഞ്ഞു വിട്ടാൽ നമ്മൾ നോക്കാം. ഇപ്പൊ നമ്മളെ പാർട്ടിയിൽ സ്ഥാനാർത്ഥി ആരാക്കണം എന്നൊക്കെ അവിടെ ചർച്ച വരില്ലേ? അപ്പൊ യോഗത്തിൽ ആരൊക്കെയാ ഉള്ളത്? പാർട്ടി മീറ്റിംഗിൽ ആരൊക്കെയാ വരുന്നത്? അതേപോലെ ലോക്കൽ ഏരിയ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? അവരെയൊക്കെ ഒഴിവാക്കിയാൽ ഞാൻ നോക്കാം എന്ന് പറയുന്ന ശൈലി. അപ്പൊ അബൂജഹലും മുത്തുബത്തും ഒക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. സൂറത്തുൽ കഹ്ഫിൽ എന്താ പറഞ്ഞത്? വസ്ബിർ നഫ്സക മഅൽ ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി യുരീദൂന വജ്ഹഹു വലാ തഅദു അനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് ബന്ധം സ്ഥാപിക്കേണ്ടെന്ന് ആൾക്കാരിൽ പറയുന്നത്. വസ്ബിർ നഫ്സക മഅൽ ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി. പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞ രാപകൽ ഭേദമന്യേ അവരെന്ത് ചെയ്യാണ്? അള്ളയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യുരീദൂന വജ്ഹഹു വലാ തഅദു അനാക അൻഹും. അവരിൽ നിന്നും നീ എന്ത് ചെയ്യരുത്? കണ്ണ് തിരിക്കരുത്. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. ഈ ലോകത്തെ മോടി അടിപൊളി കാറിൽ വന്നിറങ്ങുന്ന ആൾക്കാർ, നല്ല വസ്ത്രം ധരിച്ചു വരുന്ന ആൾക്കാർ, മറ്റ് ഉയർന്ന പൊസിഷനിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, തുരീദു സീനത്തൽ അതിന്റെ ഹയാത്ത് ദുനിയയിലുള്ള അലങ്കാരമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇവരെ വിട്ടു പോകരുത്. അതേപോലെ ഇവിടെ പറയുന്നതാ നാത്തത്തുള്ളത്. അങ്ങനെ അബൂജഹൽ പറയുകയാണ് അമ്മാറിനെ, യാസിനെ, ബിലാലിനെ അകറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഒരിക്കലും സാധ്യമല്ല. നാത്തത്തുള്ളത്, അവരെ ആട്ടി അകറ്റരുത്. അല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി യുരീദൂന വജ്ഹഹു. അവരെന്താ? അവർക്ക് യാതൊരു സ്വാർത്ഥ താല്പര്യവുമില്ല, അള്ളാന്റെ പ്രീതി മാത്രമാണ്. യുരീദൂന വജ്ഹഹു എന്ന് പറഞ്ഞാൽ വജ്ഹ് എന്ന മുഖം ഉദ്ദേശിക്കുന്നതല്ല, അള്ളയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് സാഹിത്യത്തിന്റെ ഒരു ശൈലിയാണ്. യുരീദൂന വജ്ഹഹു എന്ന് പറഞ്ഞാൽ അവനെ തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്, അള്ളയെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിഷ്കാമ കർമ്മികളാണ് അവർ. അങ്ങനെയുള്ളവരെ ഒരിക്കലും അകറ്റരുത്. അപ്പൊ ഇത് അവർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്കും കൂടെയാണ്. കൂലിപ്പണിക്കാരും അടിമകളും കൊല്ലന്മാരും അതുപോലുള്ള ആൾക്കാരൊക്കെ എന്താണ്? അവരെന്താണ്? അവര് യഥാർത്ഥ നിഷ്കാമകർമ്മികളാണ്. അങ്ങനെയുള്ള നിഷ്കാമകർമ്മികളെ വിട്ടിട്ട് വേറൊരു ലക്ഷ്യത്തിലേക്ക് പോകാൻ പാടില്ല. വമാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈ. മാ അലൈക എന്ന് പറഞ്ഞാൽ നിന്റെ മേലില്ല, നിന്റെ മേൽ ബാധ്യതയല്ല. നമ്മള് മാലേഷ്യ എന്ന് പറയൂലേ? മാലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും എന്താ സ്പെല്ലിങ്? നോ പ്രോബ്ലം. മാലേഷ്യ എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് എന്താണ്? മാ അലൈക ഷൈ എന്നാണ് ശരിയായ ഉച്ചാരണം. മാ അലൈക ഷൈ എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ പ്രശ്നമില്ല. ഇവിടെ എന്താണ്? മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ. ആ ഷൈ ആണ് ഇവിടെ ഉള്ളത്. നേരത്തെ പറയും മാലേഷ്യ എന്ന് പറയും, സാരമില്ല, മലേഷ്. അപ്പൊ ഇവിടെ ഹിസാബ് ചേർന്നേ ഉള്ളൂ. അവരുടെ കണക്കിലുള്ള ഒന്നും നിന്റെ മേൽ ബാധ്യതയാവില്ല എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ മുമ്പ് മദ്യപാനികളായിരുന്നു,
അതേപോലെ അബദ്ധസഞ്ചാരത്തിലുള്ളവരായിരുന്നു, അവർ വഴിവിട്ട ജീവിതത്തിലുള്ളായിരുന്നു. ഓ, ആ കുടിയനാണ് അല്ലെങ്കിൽ ആ വ്യഭിചാരിയാണ് ഇന്റെ കൂടെ ഇപ്പൊ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം അവരുടെ ജീവിതം മാറ്റിയോ എന്നതാണ് നോക്കേണ്ടത്. അവർ പണ്ട് കുടിയന്മാരായിരുന്നു, പണ്ട് വ്യഭിചാരികളായിരുന്നു എന്നത് അല്ല പ്രശ്നം. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? നാലേക്ക് മേശാബി. അവർ പണ്ട് കുടിയന്മാരായിരുന്നു, നിന്റെ മേൽ ഉത്തരവാദിത്വമല്ല, നിന്റെ കണക്കിൽ വരികയില്ല. വമാമിൻ ഹിസാബിക്ക അലൈഹിം, നിന്റെ കണക്ക് അവരുടെ മേലും വരുന്നില്ല, തിരിച്ചും ഇല്ല. ഫതറുദഹും, അങ്ങനെ നീ അവരെ ആട്ടി അകറ്റാൻ വേണ്ടി, എന്തിനാട്ടി അകറ്റണം? എന്തിനവരെ നീ ആട്ടി അകറ്റണം? അവര് പണ്ട് മദ്യപിച്ചിരുന്നതിന്റെ ഉത്തരവാദിത്വം നിന്റെ മേൽ വരുമോ? ഇല്ല. നീ എന്തെങ്കിലും ചെയ്തതിന്റെ ഉത്തരവാദിത്വം അവരെ മേൽ വരുമോ? ഇല്ല. അതുകൊണ്ട് ഒരിക്കലും ചെയ്യരുത് എന്നാണ്. ആലൈക്കും മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈഇൻ ഫതറുദഹും, അങ്ങനെ നീ ആട്ടി അകറ്റാൻ മാത്രം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല. ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങനെയാണെങ്കിൽ നീ എന്താകും? ളാലിമുകളിൽ പെട്ടവനായി തീരും. അതെന്തായിരിക്കും? അപ്പം വലിയ ളുൽമായിരിക്കും, അതൊരു അക്രമമാണ് അവരെ ഈ ആട്ടി അകറ്റുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഓർമ്മ സമയം കഴിഞ്ഞല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? മുർസലൂന എന്നെന്താ പറയുന്നത്? മുർസലീന എന്ന് എന്തുകൊണ്ടാ പറഞ്ഞു? എന്തുകൊണ്ട് മുർസലൂന എന്ന് പറഞ്ഞില്ല? മഫൂലും ബി ആയതുകൊണ്ട് ഈനെ കൊണ്ട് നെസ്ബ് ചെയ്തിരിക്കുക. ചെയ്യപ്പെട്ടു. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അതിന്റെ അതെ, ഭാഷ ഒരു കാര്യം നന്നായി പഠിക്കാനും ചോദിച്ചിട്ട് തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം നമ്മുടെ ആൻസർ ഷീറ്റ് അയക്കാന്ന് പറഞ്ഞു. അൽമായിദ ആൻസർ ഷീറ്റ് ചോദിച്ചിട്ടുണ്ടേ. സംഭവം ഇവിടെ കെട്ടിക്കിടക്കുക, ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാകും. നേരത്തെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് വെച്ചത് പോലും അയക്കാൻ പറ്റുന്നു. ഒന്നിന് മീതെ ഒന്ന് വർക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. രണ്ടുപേരെ നമ്മൾ വെച്ചു, അഡീഷണൽ ആയിട്ട് വെച്ചു, എന്നിട്ടും കാര്യം നടക്കുന്നത്. കാരണം നമ്മള് സംഗതികൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ശരിയാവും. ഇപ്പൊ എന്റെ ഇവിടെ കെട്ടിക്കിടക്കുന്ന എല്ലാം ശരി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. കുറച്ച് സമയം എടുക്കും, മിക്കവാറും 1 മാസമെങ്കിലും എടുക്കും. എന്നും ഇരിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ നടക്കും. ഞാൻ അൽബക്കറ കഴിഞ്ഞ് നേരെ അല്ലാനാമക്ക വന്നത്. എന്റെ ഇടയിലുള്ളതൊന്നും ചെയ്തിട്ട് കുഴപ്പമില്ല, അത് യൂട്യൂബിൽ നോക്കി പഠിച്ചാൽ മതി. എന്തെങ്കിലും ഗ്രാമർ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഗ്രാമറാണ് അതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. ഗ്രാമർ എന്ന് പറഞ്ഞാൽ സർഫ് അല്ലാത്തത്, ഫതഹു പോലുള്ള പട്ടികയല്ല, പട്ടികയല്ലാത്ത ഗ്രാമർ ഉണ്ട്. അതാണ് നമ്മൾ അതില് കൂടുതൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇടയിലുള്ള സൂറത്തുകളിലൊക്കെ. ബാക്കി നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അത്രയും പഠിച്ചാൽ ബക്കറ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ഭാഗവും മനസ്സിലാകണം. ബക്കറയെ നമ്മൾ ഒരുപാട് ബക്കറയുടെ ആ ബാച്ചിൽ നമ്മൾ ഒരുപാട് ഗ്രാമർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? പിന്നീടാണ് നമ്മൾ ഗ്രാമർ വിശദമായി പഠിപ്പിക്കേണ്ടത്. കാരണം പുതിയ ബാച്ചുകൾക്കാണ് ഗ്രാമർ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് പുതിയ ബാച്ച് തുടങ്ങിയപ്പോൾ അൽബക്കറ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടാണ്. ഇപ്പൊ തദബ്ബുറിന്റെ ടൈപ്പിലാണ് ഇപ്പോൾ അൽബക്കറ പോകുന്നത്. ഇപ്പൊ അൽമാഇദയിൽ എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെയാണ് ഇപ്പോൾ അൽബക്കറ എടുക്കുന്നത്. ഗ്രാമർ അഡീഷണൽ 10 മിനിറ്റ് ഗ്രാമറിന്റെ ക്ലാസ് ഉണ്ട്. ശരി, വേറെ
അപ്പൊ അഷ്റഫ് സാഹിബ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വ്യാകരണത്തിന്റെ എന്തെങ്കിലും ഡൗട്ട് ആ. ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. ഇപ്പൊ നമ്മൾ വ്യാകരണം പറയാതിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതുകൊണ്ടാണ് പിന്നീട് ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കാതെ പോകുന്നത്. ആർക്കെങ്കിലും വ്യാകരണത്തിൽ വാക്യഘടനയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതുപോലെ ഒരു 10 മിനിറ്റ് ഇതിലും പറഞ്ഞു പോകും അത് നടക്കും. ഒന്നും കൂടി. ഇപ്പൊ നമ്മൾ അതല്ല ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ തദബ്ബുറിനാണ് കൂടുതൽ പ്രാധാന്യം. അതേസമയം നിങ്ങൾക്ക് വാക്യഘടനയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയും. അപ്പൊ അത് സംശയമുള്ള വേറെ ആൾക്കാരുണ്ടാകും. ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. അബൂബക്കർ സാഹിബ്, അബൂബക്കർ അഡ്വക്കേറ്റ് അബൂബക്കർ അല്ലേ? അഡ്വക്കേറ്റ് അബൂബക്കർ ആണോ? അബൂബക്കർ സാഹിബ് ഒരു അബൂബക്കർ ആണെന്നല്ലോ. പോയാ? അബൂബക്കറിനെ കണ്ട് കാണുന്നില്ലല്ലേ? ഒരു അബൂബക്കറിനെ കണ്ടു ഞാൻ. അബൂബക്കർ കുഞ്ഞ്, അബൂബക്കർ കുഞ്ഞ്, അബൂബക്കർ കുഞ്ഞ് പോയി കാണും. അല്ലല്ല, ആളിവിടെ ഉണ്ട്. ആളുണ്ട് അബൂബക്കർ കുഞ്ഞ്. അബൂബക്കർ കുഞ്ഞ് അഡ്വക്കേറ്റ് ആണെന്ന് എനിക്ക് ഓർമ്മ. നമ്മുടെ തിരുവനന്തപുരം ബാച്ചിലുണ്ടായിരുന്നു. റാഹിയ മാഡത്തിന്റെ ബാച്ചിലുണ്ടായിരുന്നു അല്ലേ? ഒരു അബൂബക്കർ ഉണ്ടായിരുന്നു. ശരി. അല്ല, അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അറബി തഫ്സീർ വായിക്കുന്ന ആരുണ്ട്? അറബി തഫ്സീറിലേക്ക് പോകണം. ഖുർത്തുബി, തബരി, ഇബ്നു കസീർ എല്ലാം മൊബൈൽ ആപ്ലിക്കേഷനിൽ കിട്ടും. ആയത്ത് ആപ്ലിക്കേഷനിൽ കിട്ടും. ഇടയ്ക്ക് 1-2 ആയത്തിന്റെങ്കിലും നിങ്ങൾ നോക്കണം. ദിവസവും ഒരായത്തിന്റെങ്കിലും അറബി തഫ്സീർ നോക്കണം. എന്താന്ന് ചോദിച്ചാൽ ഈ തബരിയൊക്കെ നമ്മളെപ്പോലുള്ള എന്താ പറയാ അനറബികളാണ്. അതുകൊണ്ടാണ് ഈ തബരി ഫോക്കസ് ചെയ്യുന്നത്. സിമ്പിൾ ലാംഗ്വേജ് ആണ്, ലളിതമായ ലാംഗ്വേജ്. അയച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു പുതിയ വാക്കെങ്കിലും കിട്ടും. ഒരായത്ത് നമ്മൾ നോക്കിയാൽ ഒരു പുതിയ വാക്കും ഒരു വാക്യ ഘടനയും കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഡേ ബൈ ഡേ നമുക്ക് കൂടുതൽ വായിക്കാൻ പറ്റും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ആയാത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. അതിൽ തഫ്സീറുകൾ, എല്ലാ തഫ്സീറും ഉണ്ട്. തബരി ആഡ് ചെയ്യുക. തബരി ആഡ് ചെയ്തിട്ട് ആ തഫ്സീർ ഒരു ആയത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെ സൂറത്തിന്റെ പേരും ആയത്ത് നമ്പറും കൊടുത്താൽ ആ ആയത്ത് നമ്പർ ആയതിന് കിട്ടും. ഇപ്പൊ നമ്മൾ ഇന്ന് ഒരു ക്ലാസ് എടുത്തു. ഇന്ന് ക്ലാസ് എടുത്തതിന് ഏതെങ്കിലും ഒരു ആയത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കാരണം ഇതിലൊന്നും കൂടുതൽ ഡീപ്പായിട്ടുള്ള വ്യാകരണങ്ങളുമില്ല, ഡീപ്പായിട്ടുള്ള ചിന്തയൊന്നുമില്ല. ഇതെല്ലാം നമ്മളെന്താണ്, നമുക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നമുക്ക് അറിയുന്ന വിഷയങ്ങളാണ്. അപ്പൊ ആ അറിയുന്ന വിഷയങ്ങൾ വേറൊരു രീതിയിൽ, വേറൊരു ലാംഗ്വേജിലൂടെ നമുക്ക് കേൾക്കുമ്പോൾ കുറെ കൂടെ നമുക്ക് ഐഡിയകൾ കിട്ടും. ലാംഗ്വേജ് ടച്ച് ഉണ്ടാകും. അത് എന്തായാലും ചെയ്തേ പറ്റൂ കേട്ടോ, മസ്റ്റാണ്. ഫർദ് ഐനാണ്, ഫർദ് ഐന് വാജിബ്. ഓക്കെ. الله توفيق شيئا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله.